നമസ്കാരം, എൻ്റെ പേര് രാജേഷ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലെ അഡ്വൈസറാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്നല്ല, ഇനി അങ്ങോട്ടായാലും. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കണ്ടാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. നമ്മൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു 5-6 വർഷമായി ഒരു പനി പോലും വന്നിട്ടില്ല, നമ്മളെന്തിനാ ആരോഗ്യ ഇൻഷുറൻസ് വെറുതെ എടുത്ത് വയ്ക്കുന്നത്? അവിടെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ, നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ആരോഗ്യത്തോടെ ഉള്ള സമയത്ത് എടുക്കുക. അല്ലാതെ നമുക്കൊന്നും ഇല്ല, എനിക്കൊരു അസുഖമില്ല, ഞാനിപ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് പോലും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത്. ഇപ്പം നമ്മൾ നോർമലി പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ക്യാഷ് ഉണ്ടല്ലോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും. നമ്മൾ ഈ സമ്പാദിച്ച് വെച്ച എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മളൊരു സൗണ്ട് ഫാമിലി ആണെന്ന് വിചാരിക്കും. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എടുത്തു വയ്ക്കുക. നമ്മൾ ഈ സമ്പാദിച്ച് വെച്ച എമൗണ്ട് ഒന്നും നമ്മൾ കൊണ്ട് ഹോസ്പിറ്റലിൽ എക്സ്പെൻസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ സാധാരണക്കാർക്കെന്ന് വെച്ചാൽ, അവർ ഒരു ദിവസം പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്നത് ചിലപ്പം ഒരു ജോലി ചെയ്തിട്ട് 1000 രൂപയോ 900 രൂപയായിരിക്കും. ഇങ്ങനെ കൂട്ടി പല എക്സ്പെൻസും അവർക്കുണ്ടാവും, ലോണുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഒന്നും ആർക്കും വരാതിരിക്കട്ടെ, എന്തെങ്കിലും സപ്പോസ് വന്നു പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ചോദ്യം. വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു എമൗണ്ട്, ഒരു 6-7 ലക്ഷം രൂപ വന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ എനിക്കറിയാം. ഒരുപാട് എന്തെങ്കിലും അസുഖം വന്നിട്ട് വിളിച്ച ഒരുപാട് ആൾക്കാരറിയാം. സ്ട്രോക്ക് വന്നിട്ട് വിളിച്ച ആൾക്കാരറിയാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വിളിച്ച, ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ ആരോഗ്യത്തോടുള്ള ഒരു സമയത്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ആരോഗ്യ ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിൽ നിന്നല്ല വേറെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക്, ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിക്ക്, ക്യാൻസർ പേഷ്യൻറ്റ്, അപസ്മാര ജന്മല ഫിക്സിൻ്റെ അസുഖമുള്ളവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളപ്പാണ്ട്, വാതരോഗം, ആമവാദം, ഇങ്ങനെയൊക്കെ പറയുന്ന അസുഖങ്ങളുള്ളവർക്ക് ഇൻഷുറൻസ് കിട്ടാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടത്തില്ല, അതാണ് യാഥാർത്ഥ്യം. ഒരു ആക്സിഡൻറ്റ് പറ്റി അത്യാവശ്യം ഡിസ്കിനൊക്കെ പ്രശ്നമുണ്ടെന്ന് സപ്പോസ് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും, അത്യാവശ്യം മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് ആ വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ, അതാണ് ഇവിടെ ചിന്തിക്കാനുള്ള കാര്യം. ഇന്നെടുത്ത് കഴിഞ്ഞാൽ